കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സഭാ പ്രാതിനിധ്യം കുറയരുതെന്ന് സിറോ മലബാർ സഭ വിജയസാധ്യത മുൻനിർത്തി ചില സീറ്റുകളിൽ സഭേതര സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സഭയുടെ ഈ സമ്മർദ്ദം. സഭാ നേതൃത്വം ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തി. വിവരങ്ങൾ MK ഷുക്കൂർ നൽകും കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, എന്താണ് സഭയുടെ ആവലാതി? അജിംസെ, കഴിഞ്ഞ തവണ 2021 92 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഇതിനകത്ത് 24 ക്രൈസ്തവ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. ഇതിൽ 12 പേർ സിറോ മലബാർ സഭയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ 12 സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണയും, അല്ലെങ്കിൽ 12 നമ്പർ എന്നുള്ളത് ഇത്തവണയും നിലനിർത്തണമെന്ന ഒരു ആവശ്യമാണ് സിറോ മലബാർ സഭ ഹൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ 4 പേരാണ് സഭയിൽ നിന്നുള്ളവർ സ്ഥാനാർത്ഥികളായത്. അത് ഇത്തവണ 3 ആയി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. വിജയസാധ്യത മുൻനിർത്തി ചില മണ്ഡലങ്ങളിൽ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഭയ്ക്ക് അവിടെ തങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുപോലെ പീരുമേട് മണ്ഡലത്തിൽ, ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലത്തിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. കോട്ടയത്തെ പൂഞ്ഞാറിലും സഭയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വരുമോ എന്ന് സിറോ മലബാർ സഭ സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ തങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുമെന്നുള്ളതാണ് സഭയുടെ ആശങ്ക. ഇക്കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൃത്തങ്ങളുമായി സിറോ മലബാർ സഭ നേതൃത്വം ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ കഴിഞ്ഞ തവണ 2021 തങ്ങൾക്ക് ലഭിച്ച പ്രാതിനിധ്യം ഇത്തവണ കുറഞ്ഞു പോകരുത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണ ലഭിച്ച 12 സീറ്റുകൾ ഇത്തവണയും സിറോ മലബാർ സഭക്കാരായ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.